ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നാജില ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് ഷാനിനെ കുറിച്ചും അതുപോലെ തന്നെ ഷാൻ്റെ ഉമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഷാൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ നോക്കിയാലും ഭയങ്കര മദ്യപാനമാണ്, തന്നെ നോക്കത്തൊന്നുമില്ല, മക്കളുടെ കാര്യം ശ്രദ്ധിക്കത്തൊന്നുമില്ല. അങ്ങനെയൊക്കെ സിറ്റുവേഷനിലാണ് അവിടുന്ന് ഇറങ്ങി വരേണ്ടി വന്നത്. അതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേണക്കുണ്ടെങ്കിൽ താൻ പൈസ കൊടുത്തില്ലായിരുന്നു ഇതേണക്ക് ഷാനുണ്ടെങ്കിൽ മദ്യപിക്കാനൊക്കെ. ആ സമയത്തുണ്ടെങ്കിൽ ഷാൻ്റെ ഉമ്മയാണ് പൈസ കൊടുത്തവനെ മദ്യപിക്കുന്നതൊക്കെ ചെയ്യുന്നത്. സോ അതിലൂടെ തന്നെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര വലിയൊരു പ്രശ്നമായിട്ടാണ് പോയിക്കൊണ്ടേ ചെയ്യുന്നത്. ഇതിനെപ്പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് ഉമ്മയുണ്ടെങ്കിൽ അവർക്കെതിരെ ഭയങ്കരമായിട്ട് സംസാരിക്കുകയാണ് ചെയ്തത്. അതോടെ തന്നെ ഉണ്ടെങ്കിൽ ഉമ്മ പറയുന്നുണ്ടായിരുന്നു ഇത് കണക്ക് നാജിലയുടെ വയറ്റിൽ കിടക്കുന്നത് ഷാൻ്റെ കുഞ്ഞല്ല എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് മോശമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. സോ അവരെന്ത് വേണമെങ്കിലും അത് പറഞ്ഞോട്ടെ, അത് തനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ ഇനി തൻ്റെ മോൻ്റെ കുഞ്ഞാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവകാശം ഉണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു വരരുതെന്നുള്ള രീതിയിലാണ് നാജില പറയുന്നത്. ഇപ്പം വേറെ കാര്യം നോക്കി എടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് നാളായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ വീഡിയോ കാണുന്നതാണ്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അങ്ങനെയാണെന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4-5 ദിവസം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു ഒന്നിക്കും പ്രശ്നമില്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടേ ഇരുന്നത്. പിന്നെ ഇപ്പോൾ ഇത് കണക്ക് പ്രശ്നത്തിലായെന്നുള്ള രീതി പറയുന്നുണ്ട്. ഇനി ഇത് എത്ര നാൾ നിൽക്കുമെന്ന് അറിയത്തില്ല, അതോ ഇനി ഇത് പെർമനൻ്റ് ആയിട്ടുള്ളതാണോന്നും അറിയത്തില്ല. അത് ഇനി അവരിതിനെപ്പറ്റി പറഞ്ഞാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ.